ഹലോ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ മൈക്രോ സ്റ്റേറ്റ്സും മാക്രോ സ്റ്റേറ്റ്സും എങ്ങനെയാണ് ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതെന്ന് കണ്ടിരുന്നു. സോ വി ഹാവ് സീൻ ദാറ്റ് മാക്രോ സ്റ്റേറ്റ് ഗീവ്സ് the bulk description of the system in terms of some measurable properties like the pressure, volume, temperature, the energy, etc. Whereas the microstate gives a description of the individual particles of the system, and that is by specifying the position as well as momentum of each of the constant particles we are able to get an idea about the microstate of the system. And the basic concept is that corresponding to the same macrostate there can exist a large number of possible microstates. Okay, so in order to understand the idea of macrostate and microstate better, let's take some example like throwing a pair of unbiased dice. Okay, ഇപ്പോൾ നമ്മൾ രണ്ട് വളരെ ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള രണ്ട് ഡൈസ് എറിയുകയാണ്. See, we are doing two dice which are identical in all respects. So say that the dice will have 6 faces with number 1, 2, 3 up to 6. Say just you have got 2 of them, and so say that this is yet another die. Okay, we are throwing both the dice into the air, and we are just tabulating the outcomes. ഈ രണ്ട് ഡൈസിലും കിട്ടുന്ന അതിൻ്റെ സർഫസിൽ വരുന്ന നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ടാബുലേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. സോ വി ആർ ലിസ്റ്റിംഗ് ഓൾ ദ പോസിബിൾ ഔട്ട്കംസ്. ഓക്കെ, ഫോർ എ പെയർ ഓഫ് ഡൈസ്. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. ദാറ്റ്സ് മൈ സിസ്റ്റം. ഓക്കെ, നൗ വാട്ട് ആർ ദ വേരിയസ് പോസിബിലിറ്റീസ് അല്ലേ? 1 തൊട്ട് 6 വരെയാണ് ഫേസുകൾ ഉണ്ടാവുക. അപ്പം ടോട്ടൽ എന്താണ് എന്നുള്ളതാണ് ഞാനിവിടെ ഒരു മാക്രോ സ്റ്റേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഐ ആം ഡിഫൈനിങ് the macro state depending on what will be the total that comes on the 2 dice. രണ്ട് ഡൈസിലും കൂടെ വരുന്ന ടോട്ടൽ എത്രയാണോ അതിനെയാണ് ഞാനൊരു മാക്രോ സ്റ്റേറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എന്തൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്. ഏതൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്? യു നോ ദാറ്റ് ഒന്നാമത്തെ ഫേസിൽ ഒന്നാമത്തെ ഡൈ 1 കാണിക്കുന്നു, രണ്ടാമത്തെ ഡൈ 1 കാണിക്കുന്നു അല്ലേ? ഇതാണല്ലോ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കേസ്. 0 എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ 1ഉം 1ഉം വരാം, 1ഉം 1ഉം വരാം, 1ഉം 2ഉം വരാം, 1ഉം 3ഉം വരാം, 1ഉം 4 വരാം, 1 5 വരാം, 1 6 വരാം. അതുപോലെ 2 1 2 2 2 3 2 4 അങ്ങനെ പല കോമ്പിനേഷൻസ് വരും. അപ്പോൾ ഓൾ ടുഗദർ നിങ്ങൾ കാണും അങ്ങനെ 36 പോസിബിൾ ഔട്ട്കംസ് ഈ രണ്ട് ഡൈസ് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സമ്മ്, ഓക്കെ, 1 + 1 രണ്ടിലും 1 1 വരുവാണെങ്കിൽ സമ്മ് 2 ആവാം അല്ലേ? അതുപോലെ 1ഉം 2ഉം വരുവാണെങ്കിൽ 3 ആവാം സം എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റവും അവസാനത്തെ പോസിബിലിറ്റി എന്താണ്? ഫസ്റ്റ് ഡൈയുടെയും 6 കാണിക്കുന്നു, സെക്കൻഡ് ഡൈ ത്രോ ചെയ്യുമ്പോഴും 6 തന്നെ കാണിക്കുന്നു. അപ്പോൾ 6 + 6 എന്ന് പറയുന്നത് എന്താണ്? 12 എന്ന് പറയുന്നത്. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് സം ഓഫ് ദ 2 ഡൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ കോമ്പിനേഷൻസ് ഞാനൊരു ടാബുലേറ്റ് ചെയ്യുകയാണ്. ഇവിടെ നോക്കുക, ടോട്ടൽ 2 ആവാനുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ടോട്ടൽ 2 ആവാനുള്ള പോസിബിലിറ്റി ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ നമുക്കറിയാം അല്ലേ? ടോട്ടൽ 2 ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ഡൈയുടെയും അപ്പർ സർഫസിൽ 1 1 വരുന്നു. സോ 1 + 1 എന്ന് പറയുന്ന ഒരേ ഒരു കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. സോ ഹൗ മെനി? സോ ദിസ് ഈസ് നമ്പർ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഈ ഹാഷ് ചിഹ്നം ഉപയോഗിക്കാറുണ്ട്. സോ ദിസ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓർ നമ്പർ ഓഫ് പോസിബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 എന്ന് ടോട്ടൽ കിട്ടാൻ ആകെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, അത് 1 ആണ്. ഇനി അങ്ങനെയെങ്കിൽ 3 എന്ന് ടോട്ടൽ വരാൻ വേണ്ടിയിട്ട് രണ്ട് ഡൈയുടെയും കൂടിയുള്ള 3 ടോട്ടൽ വരാൻ വേണ്ടിയുള്ള 2 പോസിബിലിറ്റീസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഒന്നെന്താണ്? 1 + 2 അല്ലേ? ഒന്നിൽ ഫസ്റ്റ് ഡൈയുടെ മുകളിൽ 1 കാണിച്ചിരിക്കുന്നു, രണ്ടാമത്തെ ഡൈയുടെ മുകളിൽ 2 കാണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പോസിബിലിറ്റി വരാം. സോ 1 and 2. ദെൻ അടുത്ത കോമ്പിനേഷൻ എന്താണ്? 2ഉം 1ഉം അല്ലേ? തിരിച്ച് ആദ്യത്തെ ഡൈയുടെ സർഫസിൽ 2 വന്നിരിക്കുന്നു, രണ്ടാമത്തെ ഡൈയിൽ 1 കാണിക്കുന്നു. ഈ 2 പോസിബിലിറ്റീസ് ഉണ്ടെന്നറിയാം. അപ്പോൾ 2 കോമ്പിനേഷൻസ് അല്ലെ 2 പോസിബിലിറ്റീസ് ഓക്കെ ടോട്ടൽ 3 വരാനുള്ള സാധ്യത കാണിക്കുന്നു. സോ ദ ടോട്ടൽ നമ്പർ 2. ഇനി 3 കാണാണ് 4, ടോട്ടൽ 4 വരാൻ എന്തൊക്കെയാണ്? നമുക്ക് ഇതേപടി നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? 4 വരാൻ എന്തൊക്കെയാണ്? 1ഉം 3ഉം ആവാം, 3ഉം 1ഉം ആവാം, തിരിഞ്ഞും ആവാം അല്ലേ? 2ഉം 2 ആവാം. അപ്പോൾ അത് 3 പോസിബിലിറ്റീസാണ് ആകെ ഉള്ളത്. 5 വരാനുള്ളത് ഏതൊക്കെയാണ്? 1 4 ആവാം, 4 1 ആവാം,
2 3 ആവാം, 3 2 ആയി, അങ്ങനെ 4 പോസിബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്ന് നോക്കുകയാണെങ്കിൽ 6 വരാൻ 1 and 5, 5 and 1, 2 and 4, 4 and 2, 3 and 3 കൂടെ വരാം. അപ്പോൾ അങ്ങനെ 5 പോസിബിലിറ്റീസ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് 7 ആവാനുള്ള പോസിബിലിറ്റീസ് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണ്? 7 and 1 6 ആവാം. സോ യു ക്യാൻ സി 1 and 6 ആവാം. ദെൻ 6 1 ആവാം, തിരിച്ചു മറിച്ചും ആവാമല്ലോ. ഓക്കെ, അതുപോലെ 2 5 ആവാം, ഒന്ന് കൂട്ടുക മറ്റൊന്ന് കുറയ്ക്കുക. 5 2 ആവാം, 3 4 ആവാം, 4 3 ആവാം, അങ്ങനെ 6 പോസിബിലിറ്റീസ് വരും. അതുപോലെ 8 ആവാനുള്ളത് 2 and 6, 6 and 2, 3 and 5, 5 and 3, 4 and 4. Similarly 9, the possibilities are 3 and 6, 6 and 3. Okay, okay. So 10, 11 and 12 ആകെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. 1 2 ആയ പോലെ തന്നെ എന്താണ് 6 and 6, that is only one possibility. അപ്പോൾ നിങ്ങൾ എല്ലാ പോസിബിലിറ്റീസിൻ്റെയും കൂടെ എണ്ണം എടുത്ത് നോക്കിയാൽ you will be getting what? 36. Okay, all together there are 36 possible combinations exist. Here നിങ്ങൾക്ക് കാണാൻ പറ്റും, if I define each one of this thing as a macro state, ഞാൻ ഇതിനെ ഓരോന്നിനെയും മാക്രോ സ്റ്റേറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ സിസ്റ്റത്തിൻ്റെ വ്യത്യസ്ത മാക്രോ സ്റ്റേറ്റുകളായിട്ട് ഞാൻ ഇവയെല്ലാം എടുക്കുകയാണ്. ഇത് 7 ടോട്ടൽ കിട്ടുക എന്ന് പറയുന്നത് ഒരു മാക്രോ സ്റ്റേറ്റ് ആണ്. ഓക്കെ, 8 ടോട്ടൽ കിട്ടുക എന്ന് പറയുന്നത് മറ്റൊരു മാക്രോ സ്റ്റേറ്റ് ആണ്. 9 ടോട്ടൽ കിട്ടുക എന്ന് പറയുന്നത് വേറൊരു മാക്രോ സ്റ്റേറ്റ് ആണ്. ഇതിനെല്ലാം ഞാൻ മാക്രോ സ്റ്റേറ്റുകൾ എന്ന് ഡിഫൈൻ ചെയ്യുന്നു എന്ന് കരുതുക. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇതിനെ മാക്രോ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ കാരണം? 7 കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെയോ സംഭവിക്കാം അല്ലേ? അപ്പോൾ ഇതിലെ മൈക്രോ സ്റ്റേറ്റുകളാണ് ഇത് ഓരോന്നും. These all possibilities, each of these possibilities denote what is known as what? The micro state. Okay, ഇനി ഇതിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ആകെ എത്ര മാക്രോ സ്റ്റേറ്റുകൾ നമുക്കുണ്ട് ഇവിടെ? സോ വി ക്യാൻ സീ ദാറ്റ് there are several number of macro states. So all together there are 11 macro states that we are defining. Okay, ഈ ഓരോ മാക്രോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ദ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ആണ് അവസാനത്തെ കോളത്തിൽ കാണിച്ചിരിക്കുന്നത്. സോ കറസ്പോണ്ടിങ് ടു ദ മാക്രോ സ്റ്റേറ്റ് 2, where the total is 2, there is only 1 micro state. ഇത് ഒരേ ഒരു രീതിയിൽ മാത്രമേ സംഭാവ്യമാവൂ. ഓക്കെ, എന്നാൽ 5 എന്നുള്ള ടോട്ടൽ കിട്ടുക എന്ന് പറയുന്ന ഒരു മാക്രോ സ്റ്റേറ്റ് 4 രീതിയിൽ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയും നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് കറസ്പോണ്ടിങ് ടു the macro state where total is 5 is 4. ഓക്കെ, 5 ടോട്ടൽ കിട്ടാനുള്ള ഒരു മാക്രോ സ്റ്റേറ്റിൽ, ഓക്കെ, അല്ലെങ്കിൽ 5 എന്ന് ടോട്ടൽ കിട്ടുന്ന ഒരു മാക്രോ സ്റ്റേറ്റിൽ 4 വ്യത്യസ്ത മൈക്രോ സ്റ്റേറ്റുകളുണ്ട് നമ്മൾ പറയുക. സോ ദിസ് ലാസ്റ്റ് കോളം ഡിനോട്ട്സ് വാട്ട് ഈസ് നോൺ ആസ് ദ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. എങ്ങനെയൊക്കെ ഇത് സംഭവിക്കാം? ഓക്കെ, ടോട്ടൽ 4 കിട്ടുക എന്ന് പറയുന്ന ഒരു ബൾക്ക് ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. പക്ഷേ ഇത് എങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന് പറയുന്ന ഒരു എന്താണ് വളരെ ജസ്റ്റ് വാട്ട് യു ക്യാൻ സേ ദാറ്റ് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് എന്നോ അല്ലെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അപ്പോൾ 4 1 1 4 2 3 3 2 ഇങ്ങനെയൊക്കെ 4 വ്യത്യസ്ത സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോൾ ദീസ് പോസിബിൾ ഔട്ട്കംസ് ആർ വാട്ട് ഈസ് നോൺ ആസ് വാട്ട്? നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. നോക്കുക, ആകെ 36. നമ്മൾ സപ്പോസ് ദാറ്റ് ഐ ആം ടേക്കിംഗ് വൺ മോർ കോളം ഹിയർ, പ്രോബബിലിറ്റി. അങ്ങനെയെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടോട്ടൽ ആസ് 2 എന്ന് ചോദിച്ചിട്ട്, ടോട്ടൽ 2 ആയിട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പ്രോബബിലിറ്റി? എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്? 2 കിട്ടാനുള്ള മൈക്രോ സ്റ്റേറ്റ് എത്രയാണ്? ഒരേ ഒരു മൈക്രോ സ്റ്റേറ്റ് ഉള്ളൂ. ആകെ എത്ര മൈക്രോ സ്റ്റേറ്റുകളുണ്ട്? നമ്മൾ കണ്ടു 36 മൈക്രോ സ്റ്റേറ്റ്സ് ആർ പോസിബിൾ. അപ്പോൾ ഓരോ ഔട്ട്കമ്മിനെയാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ എന്ത് വിളിക്കേണ്ടത്? ഓൾ ദീസ് പോസിബിൾ ഔട്ട്കംസ് ആർ വാട്ട് ആർ ഡിനോട്ടഡ് ആസ് വാട്ട്? ദ പോസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ് ഓഫ് ദ പ്രോസസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഇവിടെ ഉണ്ട്. പ്രോബബിലിറ്റി എന്താണ്? 1 ഡിവൈഡഡ് ബൈ 36 ആയിരിക്കും. സോ വാട്ട് ബി ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 3 ഈ മാക്രോ സ്റ്റേറ്റ്? ഓക്കെ, സോ 3 എന്ന് പറയുന്ന മാക്രോ സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ദാറ്റ് വിൽ ബി 2 ഔട്ട് ഓഫ് 36. റൈറ്റ്. ഇനി 4 എന്ന് പറയുന്ന മാക്രോ സ്റ്റേറ്റ് ടോട്ടൽ 4 ആയി കിട്ടാനുള്ള മാക്രോ സ്റ്റേറ്റിന് പ്രോബിലിറ്റി എന്താണ്? ദാറ്റ് വിൽ ബി ഓഫ് കോഴ്സ് 3 ഡിവൈഡഡ് ബൈ 36. ഓക്കെ, ആൻഡ് 5 കിട്ടാനുള്ളത് 4 ബൈ 36 ആയിരിക്കും. ഇതിനൊക്കെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 5 കിട്ടാനുള്ളത് എന്തായിരിക്കും? 6 കിട്ടാനുള്ളത് എന്തായിരിക്കും? 5 ബൈ 36 ആയിരിക്കും പ്രോബബിലിറ്റി. അങ്ങനെ പോകുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഈസ് പ്രോബബിലിറ്റി. 7 ടോട്ടൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി 6 ഡിവൈഡഡ് ബൈ 36 ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1 ബൈ 6. ഓക്കെ, ആൻഡ് ദിസ് ഈസ് അഗെയിൻ 5 ബൈ 36.
then this is again 4 by 36, this is 3 by 36, 2 by 36, and 1 by 36. Okay, you can see that the probability of occurrence of each of this macro state in this given experiment is different. That varies from macro state to macro state. And one thing to be noted is that which macro state will be having maximum probability to occur. ഏത് നമ്മൾ കണ്ടു 11 മാക്രോ സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടു അല്ലേ? ഈ 11 അവസ്ഥകൾ, ഈ 11 ആകെ അവസ്ഥകളിൽ ഏത് അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഏത് ഔട്ട്കം വരാനാണ്, ഓക്കെ, ടോട്ടൽ ഏതാവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതാണ് ചോദ്യം. Okay, and you will see that automatically see the total, the macro state where the total on both the dice is equal to 7 has got 6 different possible micro states. 6 വ്യത്യസ്ത മൈക്രോ സ്റ്റേറ്റുകൾ അടങ്ങിയിരിക്കുന്ന 7 എന്ന ടോട്ടൽ വരാൻ സാധ്യതയുള്ള ഒരു മാക്രോ സ്റ്റേറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത്. ഇതിന് 6 by 36 ആണ്, ബാക്കിയുള്ളതിനെല്ലാം കുറവാണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഇൻ ദ പ്രീവിയസ് സ്ലൈഡ് ഓൾസോ യു ക്യാൻ സീ ദാറ്റ് ഓൾ അതേഴ്സ് ആർ ഹാവിംഗ് ലെസ്സർ, ഓക്കെ, കുറഞ്ഞു വരുന്നത് കാണാം, ഇവിടെ പ്രോബിലിറ്റി കുറഞ്ഞു വരുന്നത് കാണാം. ആൻഡ് ദ പ്രോബിലിറ്റി ഈസ് മാക്സിമം ഫോർ ദിസ് പർട്ടിക്കുലർ macro state, this particular macro state. So we can see that that is why it is 1 by 6. All other things will be less than 1 by 6. ഇതിനൊക്കെ നിങ്ങൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ less than 1 by 6 ആയിരിക്കും എന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ you will see that and when you add all these things you will get the total probability is equal to 36 by 36, that is equal to 1, because you know the total probability, statistical probability should be equal to 1 always. Okay, അപ്പോൾ ഇവിടെ കാണുന്നത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം ഇതാണ്. In the throwing of 2 dice, the maximum probability to get total equal to 7 exists. എന്താണ് ഇതിനൊരു കാരണം, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ലോജിക് ബിഹൈൻഡ് ദിസ് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ വിൽ ബി റീച്ചിങ് ഇൻ ടു എ കൺക്ലൂഷൻ, ആൻഡ് ദാറ്റ് കൺക്ലൂഷൻ ഈസ് ഓഫ് സുപ്രീം ഇമ്പോർട്ടൻസ്. എന്താണ് നമ്മുടെ കൺക്ലൂഷൻ വരിക നോക്കൂ. അതായത് ഇൻ എനി സിറ്റുവേഷൻ ദ മാക്രോ സ്റ്റേറ്റ് see that be very careful while you use the words with the example. The macro state having maximum or largest or highest, maximum or highest number of accessible, I'm taking the word accessible, accessible micro states. Okay, the macro state having maximum or highest number of accessible microstates will be the most probable macro state. So this is our generalization of this particular example. അപ്പോൾ നമ്മൾ പറഞ്ഞു നോക്കുക. ഓക്കെ, ഒരു സിസ്റ്റത്തിന് അനവധി മാക്രോ സ്റ്റേറ്റുകളിൽ ആയിരിക്കാൻ സാധ്യത നിലനിൽക്കെ ആ സിസ്റ്റം ഏത് മാക്രോ സ്റ്റേറ്റിലായിരിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മാക്രോ സ്റ്റേറ്റിലാണോ ഏറ്റവും കൂടുതൽ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ് ഉള്ളത് ആ മാക്രോ സ്റ്റേറ്റിൽ സിസ്റ്റം എത്തിയിരിക്കാനുള്ള സാധ്യതയായിരിക്കും എപ്പോഴും കൂടുതൽ. ഓക്കെ, സോ ദ പ്രോബബിലിറ്റി ഓഫ് എ സിസ്റ്റം to be found in a particular macro state depends on the number of accessible micro state that particular macro state has. I repeat, okay, ഒരു സിസ്റ്റത്തിന് വ്യത്യസ്ത മാക്രോ സ്റ്റേറ്റുകൾ സ്വീകരിക്കാനുള്ള സാധ്യത നിലനിൽക്കെ ആ സിസ്റ്റം ഏത് മാക്രോ സ്റ്റേറ്റിലായിരിക്കുമോ ആവാനുള്ള സാധ്യത മാക്സിമം എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഓരോ മാക്രോ സ്റ്റേറ്റിലും കറസ്പോണ്ടിങ് ആയിട്ട് എത്രത്തോളം ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിൽ ഏറ്റവും കൂടുതൽ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ് ഉള്ള ഏത് മാക്രോ സ്റ്റേറ്റ് ആണോ ആ മാക്രോ സ്റ്റേറ്റിൽ സിസ്റ്റത്തെ കാണാനുള്ള സാധ്യതയായിരിക്കും ഏറ്റവും കൂടുതൽ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ദ സിസ്റ്റം വിൽ ബി ഫൗണ്ട് ഓൺലി ഇൻ ദാറ്റ് മാക്രോ സ്റ്റേറ്റ്. സിസ്റ്റം ക്യാൻ ഈക്വലി ബി ഇൻ ഓൾ എനി അതർ മാക്രോ സ്റ്റേറ്റ്. പക്ഷേ ഇങ്ങനെ നമ്മൾ കണ്ടു 11 വ്യത്യസ്ത മാക്രോ സ്റ്റേറ്റുകളിൽ നമുക്ക് ഈ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ probability theory പറയുമ്പോൾ എന്താണ്, നിങ്ങൾ if you throw the pair of dice very large number of times and you check the probability, you will see that 1 out of every 6 trials, roughly 1 out of every 6 trials will give you sum equal to 7.
Okay, and remember this result we will be getting if and only if you throw the pair of dice large number of times. Okay, എന്തുകൊണ്ടാണ്? Because of the reason I told you in the very beginning of our discussion that every statistical prediction based on probability will be correct or will be nearly correct if and only if the number of trials or number of particles, ഒരു ഫിസിക്കൽ സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് ട്രയൽസിന് വരെ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഓക്കെ, നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ലാർജ് ആയിരിക്കണം. ഓർ ദ സാമ്പിൾ സ്പേസ് ഷുഡ് ബി ലാർജ്. സാമ്പിൾ സ്പേസ് വളരെ വലുതാവുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾ പറയുന്ന പ്രൊബബിലിറ്റി തിയറിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രഡിക്ഷനും ഒക്കെ എന്താണ് റിയാലിറ്റിയോട് അടുത്ത് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയാണ്, നിങ്ങൾ ഒരു പെയർ ഓഫ് ഡൈസിനെ ഒരു 10 പ്രാവശ്യം എറിഞ്ഞിട്ട് അല്ലെ 11 പ്രാവശ്യം എറിഞ്ഞിട്ട് ഓക്കെ അതിലെന്താണ് അല്ലെ 12 തവണ നിങ്ങൾ എറിഞ്ഞു കരുതുക, അതിനകത്ത് ഓക്കെ ഏതാണ് 2 തവണ നിർബന്ധമായിട്ടും 7 വരണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, റൈറ്റ്? ഓക്കെ, അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, യു ത്രോ മേ ബി ദ സെയിം പെയർ ഓഫ് ഡൈസ് അണ്ടർ സിമിലർ കണ്ടീഷൻ, യു ത്രോ ഇറ്റ് ഫോർ വാട്ട്, 10,000 ടൈംസ്. ഓക്കെ, ഇറ്റ്സ് ബെറ്റർ, ഗ്രേറ്റർ ദ നമ്പർ ബെറ്റർ ദ റിസൾട്ട് വിൽ ബി. നിങ്ങൾ കൂടുതൽ തവണ എറിഞ്ഞ ശേഷി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ 7 വരുന്നതായിരിക്കും സാധ്യത കൂടുതൽ ഉണ്ടാവുക. ഓക്കെ, റിമെമ്പർ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദിസ് പ്രോബബിലിറ്റി ദാറ്റ് മോസ്റ്റ് ഓഫ് എന്താണ് നമ്മൾ പറയുന്ന മിക്കവാറും ഓക്കെ you know that there are a lot of games okay based on probabilities. Okay, probabilities in the games okay depend ചെയ്യുന്നത് ഇതിൽ നിന്നാണ്. By trial and error they know that okay when it is done for maximum number of times okay the chance of getting a particular outcome will be maximum that they know. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം in all such probability games the number of trials matters a lot. Okay, so that's about the thing. So I hope that you understood what is the meaning of macro state and the corresponding micro state. അപ്പം 7 എന്ന് പറയുന്ന ടോട്ടൽ കിട്ടാനുള്ള 7 ടോട്ടൽ കിട്ടാനുള്ള മാക്രോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റുകൾ എന്തൊക്കെയാണ്? 1ഉം 6ഉം 6ഉം 1ഉം 2ഉം 5ഉം ഒക്കെയാണ്. ഒരിക്കലും ഇവിടെ ഞാൻ മറ്റൊരു മാക്രോ സ്റ്റേറ്റ് പറയാം. ഓക്കെ, ഇത് വേണമെങ്കിൽ 7 ആൻഡ് 0 എന്ന് വേണം എഴുതാമല്ലോ 7 കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ 7+0 എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിന് ഒരു ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ് ആണോ? അല്ല. ഇതൊരു മൈക്രോ സ്റ്റേറ്റ് ആണ്, പക്ഷേ ഇതൊരു ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ് അല്ല നമ്മുടെ സിസ്റ്റത്തിന്. എന്താ കാരണം? നമ്മുടെ സിസ്റ്റത്തിൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം ഈ ഡൈസിന് ആകെ 6 ഫേസ് മാത്രമേ ഉള്ളൂ. ആ 6 ഫേസിന് മുകളിൽ മാക്സിമം രേഖപ്പെടുത്തിയിരിക്കുന്ന 6 ആണ്. അപ്പോൾ ഒരിക്കലും 7 എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി അതിനകത്ത് വരുന്നില്ല. സോ ഈവൻ ദോ ദിസ് ഈസ് തിയററ്റിക്കലി എ മൈക്രോ സ്റ്റേറ്റ്, ദിസ് ഈസ് നോട്ട് ആൻ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്. ഓക്കെ, ദാറ്റ്സ് വൈ വി യൂസ് ദ വേർഡ് ആക്സസിബിൾ. സിസ്റ്റത്തിന് സ്വീകരിക്കാൻ പറ്റുന്നതായ മൈക്രോ സ്റ്റേറ്റുകൾ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് മേക്സ് ദ ഐഡിയ ഓഫ് മൈക്രോ സ്റ്റേറ്റ് കറസ്പോണ്ടിങ് ടു എ മാക്രോ സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഫിസിക്കൽ സിസ്റ്റത്തിലേക്ക് പിന്നീട് വരും. ഓക്കെ, അതിന് മുൻപ് ലെറ്റ് മീ ടെൽ യു സംതിങ് മോർ അബൌട്ട് ദ ഐഡിയ ഓഫ് പ്രോബബിലിറ്റി ആൻഡ് ഓൾ. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ഇതിനൊരു ഗ്രാഫായിട്ട് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറ്റും. നോക്കുക, ഇവിടെ ടോട്ടൽ 2 വരുന്നത്, 3 വരുന്നത്, 4 വരുന്നത്, അങ്ങനെ അതിൻ്റെ 7 വരുന്നത്, 8 വരുന്നത്. ദാറ്റ് മീൻസ് ഐ ഹാവ് ടേക്കൺ വാട്ട് ഈസ് നോൺ as വാട്ട് ദ വേരിയസ് മാക്രോ സ്റ്റേറ്റ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഡിഫറെൻറ്റ് മാക്രോ സ്റ്റേറ്റുകളാണ്. നമ്പർ ഡിനോട്ട്സ് ജസ്റ്റ് വാട്ട് ദ ടോട്ടൽ. ഓക്കെ, ഇത് മാക്രോ സ്റ്റേറ്റ് 1, മാക്രോ സ്റ്റേറ്റ് 2, മാക്രോ സ്റ്റേറ്റ് 3, മാക്രോ സ്റ്റേറ്റ് 4 എന്ന് വിളിച്ചാൽ മതിയാവും നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ വൈ ആക്സിൽ എടുത്തിരിക്കുന്നത് ആ മാക്രോ സ്റ്റേറ്റുകളുടെ കിട്ടാനുള്ള സാധ്യതയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 1/6 ഏകദേശം ഇതാ നോക്കുക അല്ലേ, 1/6 മാക്സിമം പ്രോബബിലിറ്റി വന്നിരിക്കുന്നത് 7 എന്നുള്ള ടോട്ടൽ കിട്ടാനുള്ള മാക്രോ സ്റ്റേറ്റിൻ്റെ ആണ്. കാരണം നമുക്കറിയാം എന്താണ് 7 ഹാസ് ഗോട്ട് എ മാക്സിമം നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് അല്ലേ. അതിന് 6 മൈക്രോ സ്റ്റേറ്റുകൾ, ആകെ 36 മൈക്രോ സ്റ്റേറ്റ് ഉള്ളതിൽ 6 മൈക്രോ സ്റ്റേറ്റും 7 വരാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ സാധ്യത കൂടുതൽ 7 കിട്ടാനുള്ളതാണ്. ഓക്കെ, കമ്പയർഡ് ടു ദ അതർ വൺ, റൈറ്റ്? And the total of all these probability should be amounting equal to 1. So that is just only to show that the probability has got a peak for 7. Okay, അപ്പം probability maximum. അപ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞത് എന്താണ് the most probable macro state. ഓക്കെ, ഐ എം യൂസിങ് സർട്ടൺ വേർഡ്സ്. നമ്മളിത് പിന്നീട് ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളാണ്. മോസ്റ്റ് പ്രൊബബിൾ അല്ലേ, പ്രൊബബിലിറ്റി എന്നുള്ള വാക്കിലാണ്. മോസ്റ്റ് പ്രൊബബിൾ മാക്രോ സ്റ്റേറ്റ് ഏതായിരിക്കും ഒരു സിസ്റ്റത്തിൻ്റെ മോസ്റ്റ് പ്രൊബബിൾ മാക്രോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ മനസ്സിൽ വരേണ്ട ഉത്തരം? ഇറ്റ് വിൽ ബി ദ വൺ ഹാവിങ് ഓക്കെ ഇറ്റ് വിൽ ബി ദ വൺ ഹാവിങ് എന്താണ്
highest or largest number of accessible accessible microstate. ഏത് മാക്രോസ്റ്റേറ്റിനാണോ ലാർജസ്റ്റ് നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോസ്റ്റേറ്റ് ഉള്ളത് ആ മാക്രോസ്റ്റേറ്റ് ആയിരിക്കും മോസ്റ്റ് പ്രൊബബിൾ മാക്രോസ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, സിസ്റ്റം സ്വീകരിക്കുക മിക്കവാറും അതായിരിക്കും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റിന്റെ എണ്ണത്തിൽ കാര്യമായി വ്യത്യാസമില്ല അല്ലേ. നമ്മൾ കണ്ടത് എന്താണ് 1 തൊട്ടിട്ട് 6 വരെ മൈക്രോസ്റ്റേറ്റുകളുടെ എണ്ണം മാറുന്നുള്ളൂ. മിനിമം 1 ഉണ്ട്. ഏതിനൊക്കെയാണ്? ടോട്ടൽ 2 കിട്ടാനും ടോട്ടൽ 12 കിട്ടാനും നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റിന്റെ എണ്ണം എത്രയാണ്? 1 ആണ്. എന്നാൽ ടോട്ടൽ 7 കിട്ടാൻ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റിന്റെ എണ്ണം 6 ആണ്. അപ്പോൾ ഈ 1ഉം 6ഉം തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോബബിലിറ്റി ഗ്രാഫ് ഇങ്ങനെ എന്തായിരിക്കുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്ലി എ കർവ് അല്ലേ. എന്നാൽ നിങ്ങൾ നോക്കുക, ഇഫ് യു ടേക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞു കാരണം ഇവിടെ മൈക്രോസ്റ്റേറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ടാണ്. ഇനി ഒരു 2 ലെവൽ സിസ്റ്റം ആണെന്ന് കരുതിക്കോളൂ. ഫോർ എക്സാമ്പിൾ, എന്താണ് 2 ലെവൽ സിസ്റ്റം എന്ന് പറയുന്നത്? 2 ലെവൽ സിസ്റ്റംസിന് നമ്മൾ വളരെ എളുപ്പമായിട്ട് നമുക്ക് അറിയാം. ഉദാഹരണത്തിന് ടോസിങ് എ കോയിൻ. ഓക്കെ, ടോസിങ് എ കോയിൻ എന്ന് പറയുന്നത് ഒരു 2 ലെവൽ സിസ്റ്റമായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, 2 ലെവൽസ് എന്ന് പറയുന്നത് 2 ഔട്ട്കമേ ഉള്ളൂ അല്ലേ. എന്താണ്? ഒന്നുകിൽ കോയിൻ്റെ ഹെഡ് ആയിരിക്കാം ഔട്ട്കം, അല്ലെങ്കിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ടെയിൽ ആയിരിക്കും കിട്ടുക. ഒന്നുകിൽ ഹെഡ് ടെയിൽ, ആകെ 2 ഔട്ട്കമേ ഉള്ളൂ ഒരു അൺബയസ്ഡ് കോയിനെ ടോസ് ചെയ്യുമ്പോൾ. ഒറ്റ കോയിനാണ് കേട്ടോ, ഹെഡ് ഓർ ടെയിൽ. അപ്പോൾ സപ്പോസ് ദാറ്റ് യു ആർ ടോസിങ് എ കോയിൻ. ബിഫോർ ദ കോയിൻ ഈസ് ടോസ്ഡ്, കോയിൻ ടോസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളോട് ചോദിക്കുകയാണ് ഹെഡ് വരാനുള്ള സാധ്യതയും ടെയിൽ വരാനുള്ള സാധ്യത എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയും? പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു വാട്ട്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് അല്ലേ. ആൻഡ് വാട്ട് ഈസ് എ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക? എങ്ങനെ കണ്ടുപിടിക്കുക? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈസ് ഈക്വൽ ടു 1/2 എന്ന് പറയും. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടെയിൽ ഈസ് ഓൾസോ ഈക്വൽ ടു വാട്ട്? 1/2 എന്ന് പറയും. എന്താ കാരണം? ഇത് പ്രോബബിലിറ്റി 0.5 ആണ്. ഹിയർ ഓൾസോ ദ പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു ന്യൂമറിക്കലി 0.5. എന്താ കാരണം? ബിക്കോസ് യു നോ ദാറ്റ് ദെയർ ആർ ഓൺലി 2 പോസിബിൾ ഔട്ട്കംസ് അല്ലേ. ആകെ 2 ഔട്ട്കംസേ ഉള്ളൂ. അപ്പം ഈ ഔട്ട്കംസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 2 മൈക്രോസ്റ്റേറ്റ്സ്. ഓക്കെ, ദീസ് 2 പോസിബിൾ ഔട്ട്കംസ് ആർ വാട്ട് ഈസ് നോൺ ആസ് വാട്ട്? ഈ കേസിൽ ഈ ഹെഡ് ആവുക എന്ന് പറയുന്ന ഒരു മൈക്രോസ്റ്റേറ്റ് ആണ്, ടെയിൽ ആവുക എന്ന് പറയുന്നത് മറ്റൊരു മൈക്രോസ്റ്റേറ്റ് ആണ്. ഓക്കെ, ഹെഡ് ആവുക എന്ന് പറയുന്ന ഒരു മൈക്രോസ്റ്റേറ്റ് ആണ്, ടെയിൽ ആവുക എന്ന് പറയുന്നത് മറ്റൊരു മൈക്രോസ്റ്റേറ്റ് ആണ്. അപ്പം 2 മൈക്രോസ്റ്റേറ്റുകളുടെയും നോക്കുക, ഹെഡ് ആവുന്ന ജസ്റ്റ് ഹെഡ് ആവാൻ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, ടെയിൽ ആവാൻ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ 2ന്റെയും പോസിബിലിറ്റീസിന്റെ എണ്ണം തുല്യമാണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഇവിടെ മൈക്രോസ്റ്റേറ്റും മാക്രോസ്റ്റേറ്റും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കേസിലും എന്തായിരിക്കും? ഈക്വൽ പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. എന്നാൽ നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ആൻഡ് ടെയിൽ ഈസ് ഈക്വൽ ടു 0.5 എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കോയിനെ ഞാൻ 2 തവണ എറിയുന്നു എന്ന് കരുതുക. നമ്പർ ഓഫ് ട്രയൽസ് ഈക്വൽ ടു 2. നമ്പർ ഓഫ് ട്രയൽസ് ഈസ് ഈക്വൽ ടു 2. നിങ്ങളെ ആശയം ഒന്ന് മനസ്സിലാക്കുക. 2 തവണ എറിഞ്ഞു. ഈ 2 തവണ എറിയുന്നതിന് മുൻപെല്ലാം നമുക്ക് ഈ പ്രോബബിലിറ്റി തിയറിയിൽ വിശ്വാസമുണ്ട്. എന്താണ്? പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ഹെഡ് ഈസ് 0.5, പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ടെയിൽ ഈസ് വാട്ട്? 0.5. അപ്പോൾ ഇത് എറിയുന്നതിന് മുൻപാണ് നമ്മൾ ഈ തിയറി പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തവണ എറിഞ്ഞപ്പോൾ എനിക്ക് ഹെഡ് കിട്ടി. ഓക്കെ, അപ്പോൾ 2 തവണ എറിയാൻ പോകുന്നത്, ആദ്യത്തെ തവണ എറിഞ്ഞപ്പോൾ തന്നെ ഹെഡ് കിട്ടി. ക്യാൻ യു ജസ്റ്റ് കൺക്ലൂഡ് ദാറ്റ് ദ നെക്സ്റ്റ് വൺ വിൽ ബി 10% ടെയിൽ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ? യു നോ ദാറ്റ്സ് എ ഫാൾസ് അസംഷൻ അല്ലേ. ഒരു രണ്ടാമത്തേതും ഹെഡ് ആവാനുള്ള സാധ്യത എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലൈക്ക് അല്ലേ, ആദ്യത്തെ തവണ കോയിൻ എറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു എന്താണ് ആശങ്കയും ആ സമയത്തുണ്ടായിരുന്ന ഒരു അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ കോയിൻ എറിയുമ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 2 എറിഞ്ഞപ്പോൾ അതിൽ ഒന്ന് ഹെഡ് ആവണം, മറ്റൊന്ന് ടെയിൽ ആവണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നിങ്ങൾ 10 തവണ എറിഞ്ഞു നോക്കുക. 10 തവണ എറിഞ്ഞപ്പോൾ ചിലപ്പോൾ എന്ത് സംഭവിക്കാം? ചിലപ്പോൾ നമുക്ക് മേ ബി യു വിൽ ഗെറ്റ് വാട്ട് 6 ടൈംസ് ചിലപ്പോൾ. ഓക്കെ, ഇറ്റ്സ് ഇസ് ഓൾസോ പ്രോബബിലിറ്റി 6 ടൈംസ് ഹെഡ് കിട്ടിയെന്നിരിക്കാം. ബാക്കി 4 തവണ 4 ടൈംസ് യു മേ ബി ഗെറ്റിംഗ് വാട്ട് ടെയിൽ. ഇനി നിങ്ങൾ 100 തവണ എറിഞ്ഞു എന്ന് കരുതുക. കോയിനെ 100 തവണ എറിഞ്ഞു, ഒരേ കോയിനെ 100 തവണ എറിയുകയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുക റിസൾട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് 55 തവണ ചിലപ്പോൾ എന്ത് കിട്ടിയെന്നിരിക്കാം? ഹെഡ് കിട്ടിയെന്നിരിക്കാം. ബാക്കി 45 തവണ എന്ത് ചെയ്തിട്ടുണ്ടാവും? ടെയിൽ കിട്ടിയിരിക്കാം. സപ്പോസ് യു റിപ്പീറ്റ് ഇറ്റ് ഫോർ 1000 ടൈംസ്. ഒരേ കോയിനെ എടുത്തിട്ട് നിങ്ങൾ 1000 ടൈംസ് ഒരേ രീതിയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ യു വിൽ ബി ഗെറ്റിംഗ് എ ബെറ്റർ നമ്പർ. മേ ബി യു വിൽ ഗെറ്റ് ദാറ്റ് 510 ടൈംസ്. ഓക്കെ, യു ആർ ഗെറ്റിംഗ് വാട്ട്?
Okay, the thing, and 490 times what you are getting the tail or reverse. ഇതിൽ തിരിച്ചു പോവാം കേട്ടോ. Okay, and so what you understand from my examples, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. See, the more the number of trials, ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ പ്രൊബബിലിറ്റിയോട് വളരെ വളരെ അടുത്തുകൊണ്ടേയിരിക്കും അല്ലേ? പ്രൊബബിലിറ്റി ഇവിടെ നോക്കൂ, ഇവിടെ ആദ്യം 6-4 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു പ്രൊബബിലിറ്റി ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 6 out of 10 ആയിരുന്നു, 0.6 ആയിരുന്നു. ഓക്കെ, 0.6 എന്ന് പറയുന്നത് ഇവിടെ ആയപ്പം 0.55 എന്ന് പറഞ്ഞൊരു വാല്യൂയിലേക്ക് മാറി. ഇവിടെ ആയപ്പോൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അത് മാറിയിട്ട് 0.51 മാറി. ഓക്കെ, കാൻ യു സീ ദാറ്റ് 0.6 എന്ന് പറയുന്ന ഒരു നമ്പറിൽ നിന്നും അല്ലേ ഏത് വാല്യൂയിലേക്കാ? 0.55, 0.51. ഓക്കെ എന്ന് പറഞ്ഞ് നമ്പർ ഓഫ് ട്രയൽസ് കൂടുന്തോറും ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പ്രൊബബിലിറ്റിയിൽ പ്രെഡിക്റ്റ് ചെയ്യുന്ന 0.50 എന്ന് പറയുന്ന നമ്പറിനോട് വളരെ വളരെ അടുത്ത് വരും. അപ്പോൾ ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ടെൽ യു. നിങ്ങൾ 100 ടൈംസ് അല്ല, യു ഡു ഇറ്റ് വാട്ട് എ മില്യൺ ടൈംസ്, യു ഡു ഇറ്റ് എ ട്രില്യൺ ടൈംസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്തോറും ഈ വാല്യൂ ആൻസറിനോട് തിയററ്റിക്കൽ പ്രോബബിലിറ്റിയോട് വളരെ വളരെ അടുത്ത് വരുന്നതായിട്ട് കാണാം. സോ കീപ് ഓൾവേസ് സംതിങ് ഇൻ മൈൻഡ്. Okay, the probability theory, the predictions by using statistical theories will be giving you near accurate results only when there are sufficient number of trials. Only when there are sufficient number of trials. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കണം? വളരെ വളരെ വലുതായിരിക്കണം. ആൻഡ് ഇറ്റ് ക്യാൻ ബി ഷോൺ ബൈ ജസ്റ്റ് എ ഗ്രാഫ്. ഞാനിപ്പോൾ പറഞ്ഞ ഈ കോയിൻ്റെ ടോസിങ്ങിൻ്റെ എക്സാമ്പിൾ ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഐ ക്യാൻ ഷോ യു ഇൻ എ ഗ്രാഫ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ലെറ്റ് മീ കം ടു ദിസ് വൺ. നമ്മൾ ഒരു 6 കോയിനെ എറിഞ്ഞുള്ളൂ എന്ന് കരുതുക. ഓക്കെ, 6 കോയിനെ എറിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സക്സസ് എന്ന് പറയുന്നത് ഗെറ്റിംഗ്, ഞാനിങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്. സക്സസ് ഈസ് ഓക്കെ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ഡിഫൈൻ ഇറ്റ്. മാക്രോ സ്റ്റേറ്റ് ഒക്കെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അതിനെ വിലയിരുത്താൻ പറ്റും കേട്ടോ. സക്സസ് എന്ന് പറയുന്നത് ഗെറ്റിംഗ് എ ഹെഡ്, പ്രൊബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്. ഓക്കെ, ഗെറ്റിംഗ് എ ഹെഡ് എന്ന് പറയുന്നതാണ് സക്സസ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ 6 കോയിനുകൾ, ഒരേപോലെയുള്ള 6 കോയിനുകൾ എറിഞ്ഞു എന്ന് കരുതിയാൽ മതിയാവും. ഓക്കെ, ഒരു കോയിൻ തന്നെ 6 തവണ എറിയുന്നതിന് പകരം എന്താണ് ഒരേപോലുള്ള 6 കോയിനുകൾ എറിയുന്നു എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കരുതുക. ദിസ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്? അതിൽ യു ക്യാൻ സീ ദാറ്റ്. നെക്സ്റ്റ് വൺ, ഇഫ് ഐ ഇൻക്രീസ് ദ നമ്പർ ഓഫ് കോയിൻസ്, 100 കോയിൻസ് നിങ്ങൾ കാണുന്നുണ്ടാവും, ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇവിടെ 100 കോയിൻ എറിഞ്ഞപ്പോൾ നോക്കണേ, 100 കോയിൻ എറിഞ്ഞപ്പോൾ ഡിഡ് യു സീ ദാറ്റ് ദ ഗ്രാഫിൻ്റെ ഷേപ്പിൽ വന്നൊരു വ്യത്യാസം നിങ്ങൾ നോക്കുക. ദ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്, ഇറ്റ് ഹാസ് ബിക്കം മോർ പോയിന്റഡ്. ഓക്കെ, സെൻറ്ററിലേക്ക് ഒരു സെൻട്രൽ ടെൻഡൻസി, നിങ്ങൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പഠിക്കുന്നുണ്ട് അല്ലേ? 100 കോയിൻ എറിഞ്ഞപ്പോൾ നോക്ക്, ഇവിടെ 0 തൊട്ടിട്ട് 100 വരെയാണ് കേട്ടോ ഇവിടെ നമ്പർ പോയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ടെൻഡൻസിയിൽ മാറ്റം കാണാൻ പറ്റും. ഇനി നോക്കുക, നിങ്ങൾ 1000 കോയിൻസ് എറിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൺ യു സീ ദാറ്റ്? നോ? ഓക്കെ, സീ ദ പ്ലോട്ട് നൗ പീക്സ് വെരി നിയർ ടു വാട്ട് 500. ഇതാണ് 500. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഡിസ്ട്രിബ്യൂഷൻ വളരെ വളരെ ഷാർപ്പായി വരുന്നു. അതായത് നിങ്ങൾ ഓക്കെ ഈ എക്സ്പെരിമെൻറ്റ്, ഇഫ് യു റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ലാർജ് നമ്പർ ഓഫ് ടൈംസ്, ദെൻ വാട്ട് യു വിൽ സീ ദാറ്റ് ദ പ്രോബബിലിറ്റി വിൽ ബി പീക്കിംഗ്. ഓക്കെ, ദ പ്രോബബിലിറ്റി വിൽ ബി പീക്കിംഗ് അറ്റ് ഓക്കെ വാട്ട് ദാറ്റ് എക്സാക്ട് ഹാഫ് നമ്പറുകൾ, ഏകദേശം പകുതി നമ്പറുകൾ ഹെഡും. ആൻഡ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഒരു 1000 കോയിൻ എറിഞ്ഞപ്പോൾ തന്നെ പ്രോബബിലിറ്റിയോട് ഇത്രത്തോളം അടുത്ത് വരുന്നുണ്ടെങ്കിൽ യു തിങ്ക് ഓഫ് വാട്ട് അബൌട്ട് അവർ chance of predictions regarding a system, ഒരു ഫിസിക്കൽ സിസ്റ്റത്തെ പറ്റിയുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രഡിക്ഷൻസ് കറക്റ്റ് ആവാനുള്ള സാധ്യത വളരെ വളരെ ഹൈ ആണ്. എന്തുകൊണ്ട്? ഒരു ഫിസിക്കൽ സിസ്റ്റത്തെ പറ്റി പ്രോബബിലിറ്റി തിയറി ഉപയോഗിച്ചുകൊണ്ടുള്ള, വി ആർ യൂസിങ് പ്രോബബിലിറ്റി തിയറി ഓക്കെ ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോസ്റ്റേറ്റ്സ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള പ്രഡിക്ഷൻസ് റിയാലിറ്റിയുമായിട്ട് വളരെ വളരെ അടുത്ത് വരാൻ സാധ്യത നിലനിൽക്കുന്നു. എന്തുകൊണ്ട്? വാട്ട് ഇസ് ദ റീസൺ? ക്യാൻ യു ജസ്റ്റ് ഗിവ് മി എ വൺ വേർഡ് ആൻസർ? ദ റീസൺ ഈസ് ബിക്കോസ് ഓഫ് our fundamental assumption in statistical mechanics, which I have begun in the last video. That is, we always consider that the systems that we are dealing with is always behaving in the thermodynamic limit. നമ്മൾ സ്റ്റഡി ചെയ്യുന്ന എല്ലാ സിസ്റ്റത്തിൻ്റെയും ബിഹേവിയർ ഏത് ലിമിറ്റ് ഒബേ ചെയ്യുന്നു നമ്മൾ വിശ്വസിക്കുന്നു? ദ തെർമോഡൈനാമിക് ലിമിറ്റ്. ആൻഡ് വാട്ട് ഇസ് മെന്റ് ബൈ തെർമോഡൈനാമിക് ലിമിറ്റ്? ഇറ്റ് മീൻസ് ദാറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ദ സിസ്റ്റം ഈസ് വാട്ട്? വെരി വെരി ലാർജ്, വിച്ച് ടെൻസ് തിയററ്റിക്കലി ടു ഇൻഫിനിറ്റി.
Okay, of course, volume also tends to infinity, so that the number density remains what? A finite value. Okay. Now, number tending to infinity. നമുക്ക് മനസ്സിലാവും നമ്മൾ 1000 അല്ലെ 10 കോയിനിൽ നിന്നും 1000 കോയിനിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ പ്രഡിക്ഷൻസ് എത്രത്തോളം കറക്റ്റായി വരുന്നുണ്ട് നമ്മൾ കണ്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൽ എന്നിൻ്റെ വാല്യൂ എന്താണ്? 10ഓ 100ഓ ഓക്കെ 1000ഓ മില്യണോ, മില്യൺ എന്ന് വെറും 10�6 ആണ് അല്ലേ, ബില്യണോ 10�9 ആണ്. ഇതൊന്നുമല്ല, എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ, നമ്മൾ പരിഗണിക്കുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ഫിസിക്കൽ സിസ്റ്റം, ഈവൻ ഇഫ് യു ആർ കൺസിഡറിങ് ഓൺലി എ സിസ്റ്റം ഓഫ് 1 മോൾ, ഒരേ ഒരു മോൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും, സി ദ നമ്പർ ഈസ് pretty large. ഇറ്റ്സ് ഓഫ് ദി ഓർഡർ ഓഫ് 10 to the power 23. അപ്പം 10⁻23 എന്ന് പറയുന്ന വളരെ ബൃഹത്തായ എണ്ണം പാർട്ടിക്കിൾസ് അടങ്ങുന്ന ഒരു സിസ്റ്റത്തെ പറ്റി, ആ പാർട്ടിക്കിൾസ് സ്വീകരിക്കാനിടയുള്ള എല്ലാവിധ മൈക്രോ സ്റ്റേറ്റുകളെയും പരിഗണിച്ചുകൊണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കലി പരിഗണിച്ചുകൊണ്ട് നമ്മളൊരു കണക്കുകൂട്ടൽ നടത്തിയാൽ, ഒരു പ്രഡിക്ഷൻ നടത്തിയാൽ, certainly you are going to see that, okay, that will be giving you near or okay, that will be giving you the reality. ഓക്കെ, ആ സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിൻ്റെ ഏറ്റവും അടുത്ത ഒരു സൂചന നൽകാൻ തീർച്ചയായിട്ടും ഇത്തരം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രഡിക്ഷന് പറ്റും. ആൻഡ് ദാറ്റ് ഈസ് വൈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ട്രയംസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ വിജയം അവിടെയാണ്. Because we are dealing with a system having Avogadro number of particles, and so the sample space is so huge that the statistical predictions by using sound probability theory based on the basic ideas of thermodynamics will be always giving you results which are much close to the real behavior of those physical systems. Okay, and that's where our success is. ഇതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോൺസെപ്ച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഓക്കെ, സിൻസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻവോൾവ് ഇൻ ദ സിസ്റ്റം ഈസ് സോ ലാർജ്, ദർ ബി ലാർജ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. സിസ്റ്റത്തിന് ഒരു മാക്രോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ദർ വിൽ ബി ലാർജ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ എണ്ണം 10 to the power 23 ഒന്നും ആയിരിക്കില്ല കേട്ടോ. 10 to the power 23 to the power 23 എന്നൊക്കെ പറയുന്ന വലിയ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ആയിരിക്കും. നമ്മൾ കണ്ട് നേരത്തെ പെയർ ഓഫ് ഡൈസ് എറിയുമ്പോഴുള്ള നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സിൻ്റെ എണ്ണം അത്രയാണ്. ഓക്കെ, മാക്സിമം 7 എന്നുള്ള ഔട്ട്കം കിട്ടാനുള്ള നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് 6 മാത്രമാണ്. ഓക്കെ, അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഈ അവോഗാഡ്രോ നമ്പർ ഓഫ് ഓർഡറിലുള്ള പാർട്ടിക്കിൾസിന് പോസിബിൾ ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി സോ ഹ്യൂജ് ബിയോണ്ട് കമ്പാരിസൺ. Okay, even such a type of data, it's quite difficult for a ordinary computer to calculate. ഓക്കെ, ഒരു ഓർഡിനറി കമ്പ്യൂട്ടറിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും എന്താണ് വളരെ വിഷമമാണ്. സോ സച്ച് കാൽക്കുലേഷൻ ക്യാൻ ബി ഡൺ ഓൺലി ബൈ ദോസ് കമ്പ്യൂട്ടേഴ്സ് ഹാവിങ് വെരി ഹൈ പ്രോസസ്സിംഗ് സ്പീഡ്. നമ്മൾ പറയുന്ന എന്താണ്, നല്ല സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പോലെയുള്ള വളരെ ഹൈ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റി കൂടുതലുള്ള കമ്പ്യൂട്ടേഴ്സിന് ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് പോലും ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Okay, so anyway, try to understand that. You know that right now you are maybe you are watching a number of exit poll surveys. അല്ലേ, ഞാനതിനെപ്പറ്റി മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, വി ആർ അറ്റ് ദ വെർജ് ഓഫ് ദ ഇലക്ഷൻ റിസൾട്ട്സ്. Okay, coming 2 ദിവസത്തിലുള്ള election result, and maybe okay, you open your television, you will see a number of exit poll surveys. ആ എക്സിറ്റ് പോൾ സർവേയിലൊക്കെ നിങ്ങൾക്കറിയാം 140ഓളം കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ റിസൾട്ട് എന്തായിരിക്കുമെന്നുള്ളത് ആ പ്രെഡിക്ഷൻസ് നടത്തുന്നത്, ആ സർവേ ഏജൻസി നടത്തുന്നത് ഏതാനും അല്ലെ ആയിരങ്ങളോട് മാത്രം സംസാരിച്ചിട്ടാണ്. സോ ദ സാമ്പിൾ സ്പേസ് ഇസ് സോ സ്മോൾ. എന്നിട്ട് പോലും നിങ്ങൾ കാണുന്നുണ്ട് ദർ ആർ എ നമ്പർ ഓഫ് എക്സിറ്റ് പോൾ സർവേസ് എക്സാക്ട്ലി വാട്ട് ഇസ് ദാറ്റ് പ്രെഡിക്റ്റിംഗ് വാട്ട് ഇസ് ദ റിസൾട്ട്. ആൻഡ് ദർ ആർ കേസസ് വെയർ ഇറ്റ് ഫെയിൽസ്. എന്തുകൊണ്ട് അവ ഫെയിൽ ചെയ്യുന്നു എന്നുള്ളതിന് ഒരു കാരണം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ ഉണ്ടാകും. ബിക്കോസ് ദ സാമ്പിൾ സ്പേസ് ഇസ് വാട്ട് സ്മോൾ. Okay, so the same thing also you know that now we are talking about the test positivity rate. Okay, these days അല്ലെ, ടെസ്റ്റ് പോസിറ്റീവ് റേറ്റ് ഓഫ് കൊറോണ ദീസ് ഡേയ്സ് റിയാലിറ്റി മനസ്സിലാക്കുക അല്ലേ. നിങ്ങൾ കണ്ടു ദർ വാസ് എ സഡൻ സർജ് ഇൻ ദ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് nowadays. Okay, there are several reasons. One reason is that what, okay, you can see that the more will be the sample space, you will be coming closer and closer to the reality. Okay, sample space ന്റെ വലിപ്പം കൂടുന്തോറും എന്തായിരിക്കും നമ്മൾ റിയാലിറ്റിയോട് അടുത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Okay, with a small thing you won't be able to get a clear prediction, but certainly we are blessed because we are dealing with a system having large number of particles in the thermodynamic limit, as well as that hence they possess a umpteen number of a very large number of what accessible microstates. Okay, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രോപ്പർട്ടി വളരെ കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ
before we wind up, let me just come back to another definition of microstate and macrostate from the examples. Each possible outcome in our tossing of coin or throwing a die is called a microstate. ഇതിലെ ഓരോ പോസിബിൾ ഔട്ട്കത്തിനെയും ഒരു സിസ്റ്റത്തിന് സ്വീകരിക്കാവുന്ന ഓരോ സ്ഥിതിവിശേഷങ്ങളെയും നമുക്ക് എന്ത് വിളിക്കാം, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കാവുന്ന സാധനമാണ്. അത് നമ്മൾ മൈക്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നു. ദ കോമ്പിനേഷൻ ഓഫ് ഓൾ മൈക്രോസ്റ്റേറ്റ്സ് that give the same number of spots in the case of a die, അല്ലെ രണ്ട് ഡൈസിന്റെ കേസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. സോ ഡൈസിന്റെ കേസിൽ the combination of all microstates that give the same number of spots, ടോട്ടൽ 7 ആവുക, ദാറ്റ് ഇസ് നോൺ എസ് എ മാക്രോസ്റ്റേറ്റ്. അവയെല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുന്നതാണ് മാക്രോസ്റ്റേറ്റ്. ദ മാക്രോസ്റ്റേറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ദ മോസ്റ്റ് മൈക്രോസ്റ്റേറ്റ്സ് ഈസ് ദ മോസ്റ്റ് പ്രോബബിൾ ടു ഒക്കർ. അതാണ് നമ്മളുടെ ഒരു അണ്ടർലൈങ് പോസ്റ്റുലേറ്റ് ആയിട്ടും വരുന്നത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ അടിസ്ഥാന തത്വമെന്ന് തന്നെ വിളിക്കപ്പെടാവുന്ന 1-2 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റുലേറ്റ് ഇതാണ്. നമ്മൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് ഉടനെ തന്നെ അടുത്ത സെഷൻ, ഈ സെഷൻ തന്നെ ഞാൻ അവസാനം പറയും. This is one thing that we have seen, we have understood from the discussion we have done. The macro state that contains the most number of or largest number of microstates will be the most probable to occur. സംഭവിക്കാനിടയുള്ള മോസ്റ്റ് പ്രോബബിൾ. അതുകൊണ്ട് പറഞ്ഞാൽ ഈ രണ്ട് ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 7 ആയിരിക്കും മോസ്റ്റ് പ്രോബബിൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും 7 തന്നെ കിട്ടും എന്നല്ല അർത്ഥം. That's the most probable one. Chances are more if you throw it multiple times. Now coming to fundamental postulate, another fundamental postulate. Before coming to the fundamental postulate, let me define another quantity known as what? The multiplicity of a macrostate. Multiplicity എന്ന് പറയുന്നത് multiplicity of a, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ സാധാരണഗതിയിൽ പ്രയോഗങ്ങൾ മനസ്സിലാക്കിയ. മൾട്ടിപ്ലിസിറ്റി ഓഫ് എ മാക്രോസ്റ്റേറ്റ്. ഒരു മാക്രോസ്റ്റേറ്റിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്നുകൊണ്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ജസ്റ്റ് ഡിനോട്ട്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോസ്റ്റേറ്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോസ്റ്റേറ്റ്സ്. നിങ്ങളെ വാക്കുകൾ മാക്രോയും മൈക്രോയും ഒരുമിച്ച് മനസ്സിലാക്കണം കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ആക്സസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് corresponding to a given macrostate is known as its multiplicity. അതായത് നമ്മളിപ്പോൾ മുൻപത്തെ എക്സാമ്പിൾ പറയുമ്പോൾ നോക്കുക. സോ ദ മൾട്ടിപ്ലിസിറ്റി ഈസ് ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ഇവിടെയൊക്കെ ഒരു വാക്ക് പറയാതെ പറയുന്നുണ്ടെന്ന് ഓർത്തോണം. ആക്സസിബിൾ ആയിട്ടുള്ളവ മാത്രമേ നമ്മൾ കൗണ്ട് ചെയ്യാൻ പാടുള്ളൂ, നമുക്കറിയാം. ഈ വാക്ക് പ്രധാനമായിട്ട് വരും നമ്മൾ ഫിസിക്കൽ സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ. ഇൻ എ ഗിവൺ മാക്രോസ്റ്റേറ്റ്. അതായത് നമ്മൾ കണ്ടു നേരത്തെ 2 ഡൈസ് എറിയുമ്പോൾ 7 പോസിബിൾ not 7. How many? 11 possible outcomes are there, right? 11 possible outcomes are there. Some 2 ആവാം, some 3 ആവാം. അങ്ങനെ 11 വ്യത്യസ്ത മാക്രോ സ്റ്റേറ്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഒരു മാക്രോ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിൻ്റെ നീഡിനനുസരിച്ച് ചെയ്യും കേട്ടോ. നമ്മൾ ആ പ്രോബ്ലത്തിൽ ഗെറ്റിംഗ് ദ ടോട്ടൽ ഈക്വൽ ടു 2, 3, 4 അതിനൊക്കെയാണ് ഒരു മാക്രോ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ 11 പോസിബിൾ മാക്രോ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഓരോ മാക്രോ സ്റ്റേറ്റിലും എത്ര വീതം പോസിബിൾ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ് ഉണ്ടെന്നാണ് നമ്മൾ അവസാനത്തെ കോളത്തിൽ കാണിച്ചത് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടു 2 കിട്ടാൻ ആകെ ഒരേ ഒരു പോസിബിലിറ്റി ഉള്ളൂ, 1 വരിക. അപ്പോൾ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതി 1 ആണെന്ന് എഴുതി. ഈ 1 പറയുന്ന പേരാണ് മൾട്ടിപ്ലിസിറ്റി ഓഫ് ദിസ് പർട്ടിക്കുലർ മാക്രോ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും വാട്ട് ഈസ് ദ മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ മാക്രോ സ്റ്റേറ്റ് വെയർ ടോട്ടൽ ഈക്വൽ ടു 7 എന്നുള്ളത് ടോട്ടൽ കിട്ടാനുള്ള മാക്രോ സ്റ്റേറ്റിൻ്റെ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 6 ആയിരുന്നു. നിങ്ങൾ ഓർമ്മയുണ്ടാവും. because 6 out of 36 possibility ആണ്. So the multiplicity of a macro state is denoted usually by the letter omega. Capital letter, this omega. So this omega in statistical mechanics denotes the multiplicity. ഇനി ഈ ഒമേഗയ്ക്ക് പകരം ചിലപ്പോൾ W എന്നുള്ള ക്യാപിറ്റൽ W എന്ന് പറയുന്ന ഒരു സിമ്പലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ മൾട്ടിപ്ലിസിറ്റിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. മൾട്ടിപ്ലിസിറ്റി ഈസ് അതർവൈസ് നോൺ ബൈ എ നെയിം തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. See, be very, very careful about this particular word. I am repeatedly giving you a caution. ഇവിടെ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്ലിസിറ്റിയുടെ മറ്റൊരു വാക്കാണ്. തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ഈസ് നോട്ട് ഇൻ എനി വേ സെയിം ആസ്
സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി. ഈ രണ്ട് വാക്കുകളും വ്യത്യസ്തമാണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തല്ല, അത് ഒരിക്കലും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി അല്ല. തെർമോഡൈനാമിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി എന്ന് നമ്മൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്ത ക്വാണ്ടിറ്റിയുടെ മറ്റൊരു തത്തുല്യമായ ടേമാണ്. സോ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ഈസ് ഓൾസോ ഡിനോട്ടഡ് ബൈ സെയിം തിങ് ആണ്. അതുകൊണ്ട് ഒമേഗ എന്ന് അല്ലെങ്കിൽ ഡബ്ല്യു എന്നുള്ളത് നമ്മൾ എവിടെയൊക്കെ കാണുന്നു അതൊക്കെ തെർമോഡൈനാമിക് പ്രോബബിലിറ്റിയാണ്. എന്താണ് ഇതിന്റെ വ്യത്യാസം? സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി, ഓക്കെ, ഞാനിതിനെ PR എന്ന് വിളിക്കുന്നു. ഒരു R എന്ന് പറഞ്ഞ ഈവെന്റിനുള്ള പ്രോബബിലിറ്റി PR. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റി എല്ലാ ഇവന്റ്സിലും സം ഓവർ PR എന്ന് പറയുന്നത് എന്തായിരിക്കണം? 1 ആയിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലേ? ഹെഡ് പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ഹെഡ് ഈസ് ഈക്വൽ ടു എന്താണ്? 1/2 ആണ്, 0.5 ആണ്. പ്രോബബിലിറ്റി ഗെറ്റിംഗ് എ ടെയിൽ ഈസ് ഓൾസോ ഈക്വൽ ടു വാട്ട്? 0.5 ആണ്. അപ്പോൾ ഈ ടോട്ടൽ പ്രോബബിലിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ, ഹെഡിന്റെ ടെയിൽ ടോട്ടൽ പ്രോബബിലിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടണം? സം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഈക്വൽ ടു 1 എന്ന് കിട്ടിയിരിക്കണം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ എഴുതുന്ന മറ്റൊരു രീതിയാണ് സം ഓവർ PR ഈസ് ഈക്വൽ ടു 1 എന്ന് പറയും. എല്ലാ പ്രോബബിലിറ്റി P1 പ്ലസ് P2 പ്ലസ്, നമുക്കറിയാം നമ്മൾ സാധാരണ ടോസിംഗ് ഓഫ് കോയിനോ അല്ലെങ്കിൽ കാർഡ്സിന്റെ ഒക്കെ എല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ ഉണ്ടായിരുന്നു അല്ലേ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് അല്ലെ, P1 പ്ലസ് P2 പ്ലസ് P3 എക്സെട്ര അപ് ടു PN. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എന്താ 36 പോസിബിലിറ്റി ഉണ്ടായിരുന്നു അല്ലെ, ഓരോന്നിനെയും കണ്ടുപിടിച്ചു. എന്നിട്ട് ലാസ്റ്റ് ടോട്ടൽ എന്താ 36 കിട്ടും. 36/36 എന്ന് പറയുന്നത് 1 നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടിയാണ്. എന്നാൽ ഒരിക്കലും തെർമോഡൈനാമിക് പ്രോബബിലിറ്റിയുടെ ടോട്ടൽ വാല്യൂ 1 ആണെന്ന് പറയുന്നതിൽ ദാറ്റ് ഈസ് മീനിങ്ലെസ്. എന്താ കാരണം? because thermodynamic probability or otherwise known as multiplicity denotes what? The total number of accessible microstate corresponding to a given macrostate. ഒരു മാക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ ഒരു മാക്രോസ്റ്റേറ്റിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ അല്ലെങ്കിൽ ആക്സസിബിൾ മൈക്രോസ്റ്റേറ്റിന്റെ എണ്ണത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടിപ്ലിസിറ്റി അഥവാ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ വാക്ക് കുറച്ചും കൂടെ പരിചയമാവാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സിമ്പിൾ കുറച്ചും കൂടെ പരിചയമാവാൻ വേണ്ടിയിട്ട് ഐ ആം അഗെയിൻ സീക്കിംഗ് യുവർ അറ്റൻഷൻ ടു ദ ദ സെമിനൽ ഇക്വേഷൻ ഓഫ് ബോൾട്സ്മാൻ S ഈക്വൽ ടു എന്താണ്? K log ഒമേഗ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മുൻപ് തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ തന്നെ പരിചയമുള്ള ഇക്വേഷനാണ്. S ഈക്വൽ ടു KB. ദിസ് ഇസ് ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. S ഈസ് ദ എൻട്രോപ്പി. ഓക്കെ, ലോഗ് ഒമേഗ, നാച്ചുറൽ ലോഗരിതം ഓഫ് വാട്ട്? ഒമേഗ. ഇവിടെ ഈ ഒമേഗ എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെട്ട സാധനം എന്താണ്? ഇപ്പോൾ ഒമേഗ ഈസ് നത്തിങ് ബട്ട് വാട്ട്? the multiplicity of the macrostate or the multiplicity of the system എന്ന് വിളിക്കാം. കാരണം ഒരു സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഒരു മാക്രോസ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ മാക്രോസ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് വാട്ട്? NV and E. ഓക്കെ, N1 V1 E1 എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ മാക്രോസ്റ്റേറ്റ് ആണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ N1 V1 E1ന്റെ ടേംസിൽ എന്തുണ്ടാവും? ഒരു നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ഉണ്ടാവും. ആ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റിനെയാണ് നമ്മുടെ ബോൾട്സ്മാന്റെ ഇക്വേഷനിൽ ഇവിടെ ഒമേഗ എന്ന് കാണിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ആർവൈസ് നോൺ ആസ് തെർമോഡൈനാമിക് പ്രോബബിലിറ്റി. അപ്പോൾ നമ്മുടെ ബേസിക് അസംഷനിലേക്ക് നമ്മൾ വരികയാണ്. സോ ഫോർ ഈച്ച് മാക്രോസ്റ്റേറ്റ് there is an extremely large number of possible microstates. Okay, corresponding to each macrostate there exists an extremely large number. ഞാൻ പറഞ്ഞിരുന്നു എക്സ്ട്രീംലി ലാർജ് എന്ന് പറയുന്നത് 10, 100, 1000 ഒന്നല്ല കേട്ടോ. അവഗോഡ്രോ നമ്പർ ടു ദ പവർ അവഗോഡ്രോ നമ്പർ പോലെയൊക്കെ വരാം. ലാർജ് നമ്പർ ഓഫ് പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് ദാറ്റ് ആർ മാക്രോസ്കോപ്പിക്കലി ഇൻഡിസ്റ്റിങ്വിഷബിൾ. നമ്മൾ പുറമേ നോക്കിയാൽ നമുക്ക് ഇതൊന്നും ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് തോന്നണമെന്നില്ല. ബട്ട് ദേ ആർ വാട്ട്? Okay, macroscopically indistinguishable but microscopically what? They are distinct, right? So that's about the word multiplicity. I'll be using repeatedly the word multiplicity or thermodynamic probability using symbol omega. Total number അതിനെയാണ് നമ്മൾ മൾട്ടിപ്ലിസിറ്റി എന്ന് വിളിക്കുക. വേണമെങ്കിൽ നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ നോക്കുക, സി ഈ ടേബിളിൽ we have made a table. How many എന്നുള്ളതിന് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതാണ് നമ്പർ അല്ലേ. സോ ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ സി we can write this is nothing but omega. ഇതാണ് ഒമേഗയുടെ നമ്പർ ആണ് ഇവിടെ. ഓക്കെ, ഒമേഗ 7ന്റെ ഒമേഗ 6 ആണ്. 8 കിട്ടാനുള്ള ഒമേഗ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ദീസ് ആർ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. എത്ര എണ്ണം ഉണ്ടെന്ന് ഇങ്ങനെ എണ്ണി നോക്കുക, അതിനെയാണ് ഒമേഗ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ദ തിങ്. നൗ coming to the last part of this session. The postulate of equal a priori probabilities. The postulate of equal a priori probabilities. This is the fundamental postulate of statistical mechanics. Fundamental
പലതവണ നമ്മൾ ഈ പോസ്റ്റുലേറ്റ് ഉപയോഗിക്കും കേട്ടോ. ഫണ്ടമെൻ്റൽ പോസ്റ്റുലേറ്റ് ഓഫ് ഇക്വിലിബ്രിയം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. ഓക്കെ, നമ്മളിപ്പം പറയുന്ന സ്റ്റാറ്റ്മെക് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കേട്ടോ. ഇതുപോലെ തന്നെ നോൺ ഇക്വിലിബ്രിയം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഉണ്ട്. Okay, and equilibrium statistical mechanics deals with the systems which are already reached in a state of thermodynamic equilibrium. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ കാര്യമായ മാറ്റം വരില്ല. ഓക്കെ, പ്രെഡിക്റ്റബിലിറ്റി കൂടുതലായിരിക്കും ഇക്വിലിബ്രിയം സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ്. റൈറ്റ്. അപ്പോൾ എന്താണ് ഈ പോസ്റ്റുലേറ്റ് ഓഫ് ഇക്വൽ എപ്രയോറി? ലാറ്റിൻ വേർഡാണ്. ഈക്വൽ നമുക്കറിയാം. അപ്രയോറി എന്ന് പറഞ്ഞാൽ ബിഫോർ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പ്രിയോർ ടു എന്ന് പറയല്ലേ, പ്രിയോർ ടു. ഓക്കെ, പ്രിയോർ ആൻഡ് പോസ്റ്റീരിയർ അല്ലേ. പ്രിയോർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപ്, ആദ്യം വരുന്നത്, മുൻപ് എന്നുള്ളതാണ്. ഓക്കെ, സോ ദ പോസ്റ്റുലേറ്റ് ഓഫ് ഈക്വൽ അപ്രയോറി. ഓക്കെ, അപ്രയോറി എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നതിന് മുൻപ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്രയോറി പ്രോബബിലിറ്റി എന്താ നമുക്ക് നോക്കാം. അതിനുശേഷം അതിന് വാക്ക് ഇൻ എനി കേസ് പല രീതിയിൽ ഇതിനെ പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഉപയോഗിക്കാം. ഏതൊരു സാഹചര്യത്തിലും എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻ എനി കേസ്, ഏതൊരു സാഹചര്യത്തിലും ടു എ ഗിവൺ മാക്രോ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, നിർത്തി വായിച്ചു നോക്കുക. ഇൻ എനി കേസ്, ഏതൊരു സാഹചര്യത്തിലും ടു എ ഗിവൺ മാക്രോ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ദെയർ കറസ്പോണ്ട്സ് ഓർ ദെയർ എക്സിസ്റ്റ് ടു എ ലാർജ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഓരോ മാക്രോ സ്റ്റേറ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് അനവധി മൈക്രോ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കാം. സച്ച് ദാറ്റ് അറ്റ് എനി ടൈം ടി ഏതൊരു നിമിഷവും വെൻ ദെയർ ആർ നോ അതർ കൺസ്ട്രെയിൻസ്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ മുകളിൽ യാതൊരുവിധ ബലാബലങ്ങളും ഇല്ലാതിരിക്കുന്ന ഒരു അവസരത്തിൽ സിസ്റ്റം കംപ്ലീറ്റ്ലി ഫ്രീ ആവുക എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവുക എന്നുള്ള അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, വെൻ ദെയർ ആർ നോ അതർ കൺസ്ട്രെയിൻസ്. ഓക്കെ, സിസ്റ്റം ഈസ് നോട്ട് ടർബുലന്റ്. System has achieved some sort of equilibrium. Then the system is equally likely to be in any one of these microstates. ആ അവസ്ഥയിൽ സിസ്റ്റം ഈ പറയുന്ന ഏതൊരു മൈക്രോ സ്റ്റേറ്റിലും ആയിരിക്കാനുള്ള സാധ്യത എപ്പോഴും എന്താണ്? തുല്യമാണ്. ഓക്കെ, സിസ്റ്റം ഏതൊരു മൈക്രോ സ്റ്റേറ്റിലും ആയിരിക്കാനുള്ള സാധ്യത തുല്യമാണെന്നാണ് പറയണത്. ഓർത്തോളുക, എന്താ ഇത് പറയണത്? ഒന്നുമില്ല, നോക്കുക. നമ്മൾ നേരത്തെ കണ്ടതിനകത്ത് നമ്മൾ വ്യത്യസ്ത മാക്രോ സ്റ്റേറ്റുകളെ പറ്റി പറഞ്ഞു. റൈറ്റ്. ഒരു ഗിവൺ മാക്രോ സ്റ്റേറ്റിൽ നോക്കണേ, കറസ്പോണ്ടിങ് ടു എ ഗിവൺ മാക്രോ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗിവൺ മാക്രോ സ്റ്റേറ്റിൽ കുറേ അധികം മൈക്രോ സ്റ്റേറ്റ് ഉണ്ടെന്ന് കരുതുക. കറസ്പോണ്ടിങ് ടു എ സെയിം മാക്രോ സ്റ്റേറ്റ് ദർ ആർ സെവറൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. ഉദാഹരണത്തിന് നമ്മൾ കണ്ടു, പിന്നെ ത്രോയിങ് എ പെയർ ഓഫ് ഡൈസ്, ഗെറ്റിംഗ് 7 ഈസ് എ എന്താണ്? മാക്രോ സ്റ്റേറ്റ്. അപ്പോൾ 7 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 1ഉം 6ഉം ആവാം നമ്മൾ പറഞ്ഞു. ദിസ് ഇസ് 1 മൈക്രോ സ്റ്റേറ്റ്. അതുപോലെ എന്താണ്? 2ഉം 5ഉം ആവാം. പിന്നെ എന്താണ്? 3ഉം 4ഉം ആവാം. പിന്നെന്താ? 4ഉം 3ഉം ആവാം. പിന്നെ 5 you can see that it can 5 and 2 and 5 and 2 and similarly 6 and 1. അപ്പോൾ ഇതെല്ലാം എന്താണ്? 7 എന്ന് പറയുന്ന ടോട്ടൽ കിട്ടാനുള്ള മാക്രോ സ്റ്റേറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈക്രോ സ്റ്റേറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് ഇതാണ്. ഇതിൽ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എത്രയാണ്? ഓക്കെ, സെർട്ടൻലി ദാറ്റ് ഈസ് 1 ഔട്ട് ഓഫ് എന്തായിരിക്കും? ടോട്ടൽ പ്രോബബിലിറ്റി എന്തായിരുന്നു? 1 ഔട്ട് ഓഫ് 6 ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോബബിലിറ്റി എത്രയായിരിക്കും? 1 ഔട്ട് ഓഫ് 36 ആണ്. ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1 ഔട്ട് ഓഫ് 36 ആണ്. ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി, ഈ ഒരു പർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1 ഔട്ട് ഓഫ് 36 ആണ്. ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി എല്ലാം എന്താണ്? 1 ഔട്ട് ഓഫ് 36 ആണ്. അതായത് ഈ ഒരു മാക്രോ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യത്യസ്ത ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റുകൾക്കെല്ലാം സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, എന്നാൽ മുൻപ് പറഞ്ഞ ഒരു ഐഡിയയുമായിട്ട് നിങ്ങളതിനെ കൺഫ്യൂസ് ചെയ്തു പോരുത്. നമ്മൾ മുമ്പ് പറഞ്ഞ ആശയം എന്താണ്? ഓക്കെ, കറസ്പോണ്ടിങ് ടു എ ഗിവൺ അല്ലെ മാക്രോ സ്റ്റേറ്റ് ദർ ക്യാൻ ബി എ ലാർജ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. ഇനി സിസ്റ്റം ഏതവസ്ഥയിലായിരിക്കുമെന്ന് പറഞ്ഞത് എന്താണ് പറഞ്ഞിരുന്നത്? സിസ്റ്റം ഏതവസ്ഥയിലായിരിക്കും എന്ന് പറഞ്ഞത് ഏത് മാക്രോ സ്റ്റേറ്റിലാണോ മാക്സിമം നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് ഉള്ളത് ആ മാക്രോ സ്റ്റേറ്റിലേക്ക് സിസ്റ്റം എത്തും എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് ഒരേ മാക്രോ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ, ഓക്കെ, ഒരു പർട്ടിക്കുലർ മാക്രോ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ധാരാളം മൈക്രോ സ്റ്റേറ്റുകളുണ്ട്.
ഓക്കെ, ഇതിൽ ഏതൊരു മൈക്രോ സ്റ്റേറ്റിലും സിസ്റ്റം ആവാനുള്ള സാധ്യതയെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞത് ധാരാളം മാക്രോ സ്റ്റേറ്റുകൾ ഉണ്ടായിരിക്കെ ഏത് മാക്രോ സ്റ്റേറ്റിലേക്കാണ് സിസ്റ്റം സെറ്റിൽ ചെയ്യുക എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് ഏതിലാണ്? ഏത് മാക്രോ സ്റ്റേറ്റിലാണോ ഹയസ്റ്റ് നമ്പർ ഓഫ് പോസിബിൾ മൈക്രോ സ്റ്റേറ്റ് ഉള്ളത് ആ മാക്രോ സ്റ്റേറ്റിലേക്ക് സിസ്റ്റം കാണപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു മാക്രോ സ്റ്റേറ്റ് സിസ്റ്റം ഓൾറെഡി സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് കരുതുക. ഇനി ആ മാക്രോ സ്റ്റേറ്റിൽ ധാരാളം മൈക്രോ സ്റ്റേറ്റ് ഉണ്ടാവില്ലേ? അതിലേത് മൈക്രോ സ്റ്റേറ്റിലാണ് സിസ്റ്റം കാണപ്പെടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? അതിലേത് മൈക്രോ സ്റ്റേറ്റിലും കാണപ്പെടാനുള്ള സാധ്യത തുല്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ തുല്യത കൊണ്ടാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്? ഈക്വൽ അപ്രയോറി എന്ന് വിളിക്കാൻ കാരണം. ഈക്വൽ അപ്രയോറി. എന്താ ഈ അപ്രയോറി എന്ന് പറയാൻ കാരണം എന്താണ്? ഓക്കെ, സിസ്റ്റത്തെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഒരു പ്രഡിക്ഷൻ നടത്തുവാണ്. സിസ്റ്റം ഏതെങ്കിലും ഒരു അവസ്ഥ സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോബബിലിറ്റി എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് ബിഫോർ ദ ഇവന്റ് ആണ്, അല്ലേ? ഇവന്റ് സംഭവിക്കുന്നതിന് മുൻപ് മാത്രമേ പ്രോബബിലിറ്റി അഥവാ പ്രഡിക്ഷന് സാധ്യതയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈസ് ഈക്വൽ ടു 0.5 ഇൻ ദ കേസ് ഓഫ് ആൻ അൺബയാസ്ഡ് കോയിൻ എന്ന് പറയാം. ഇത് എപ്പം വരെ പറയാം നമുക്ക്? ഓൺലി ജസ്റ്റ് ദ മൊമെന്റ് ബിഫോർ യു ആർ ടോസിംഗ് ദ കോയിൻ. പക്ഷെ വൺസ് യു ഹാവ് ടോസ്ഡ് ദ കോയിൻ യു നോ ദാറ്റ് ദ പ്രോബബിലിറ്റി വിൽ ബി ജസ്റ്റ് ഷ്രിങ്കിങ് ടു എ പർട്ടിക്കുലർ വാല്യൂ. നിങ്ങൾക്കറിയാം അതിൻ്റെ ഔട്ട്കം ഒന്നുകിൽ ഹെഡിലേക്ക് അല്ലെങ്കിൽ ടെയിലേക്ക് മാറിയിട്ടുണ്ടാവും. പിന്നെ ആ പ്രോബബിലിറ്റി പ്രഡിക്ഷൻ എന്ത് ചെയ്യില്ല, യാതൊരു പ്രാധാന്യമോ അല്ലെങ്കിൽ മീനിങ്ങും ഇല്ല. അതുകൊണ്ടാണ് ഈ പോസ്റ്റുലേറ്റിൻ്റെ കൂടെ തന്നെ എന്താണ് ഈക്വൽ എപ്രയോറി. എപ്രയോറി എന്ന് പറയുന്നത് നമുക്ക് സിസ്റ്റത്തെ അറിയുമ്പോൾ അല്ലെ, സിസ്റ്റം ഒരു അവസ്ഥ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താണ് അത് ഒരു സിസ്റ്റത്തിന് ഒരു മാക്രോ സ്റ്റേറ്റിൽ അനവധി മൈക്രോ സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഏതൊരു മൈക്രോ സ്റ്റേറ്റിലും കാണപ്പെടാനുള്ള സാധ്യതകളെല്ലാം തന്നെ എന്താണ് തുല്യമാണ് എന്ന് പറയും. സോ ഇതാണ് ഒരു പോസ്റ്റുലേറ്റ്. ഇനി രണ്ടാമതുള്ള തത്തുല്യമായ മറ്റൊരു പോസ്റ്റുലേറ്റ് ഇതാണ്. ഇൻ എ ക്ലോസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ ഫിക്സഡ് എനർജി. കുറച്ചും കൂടെ കൃത്യതയോടെ പറയുകയാണ്. ഇൻ എ ക്ലോസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഇൻവോൾവിംഗ് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, n ടെൻസ് ടു ഇൻഫിനിറ്റി, v ടെൻസ് ടു ഇൻഫിനിറ്റി തെർമോഡൈനാമിക് ലിമിറ്റുള്ള സിസ്റ്റത്തെയാണ് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇൻ എ ക്ലോസ്ഡ്, ഓക്കെ, ഇവിടെ ഒരു പ്രത്യേക സ്പെഷ്യൽ കേസാണ് കേട്ടോ. ക്ലോസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കോൺസ്റ്റന്റ് ആണ്. ഇൻ ഇക്വിലിബ്രിയം വിത്ത് എ ഫിക്സ്ഡ് എനർജി. അപ്പോൾ എനർജിയും ഫിക്സ്ഡ് ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഫിക്സ്ഡ് ആണ്. തീർച്ചയായിട്ടും അതിന്റെ വോളിയം എന്തായിരിക്കണം? ഫിക്സ്ഡ് ആണ്. അപ്പോൾ NVE എന്ന് പറയുന്ന മാക്രോ സ്റ്റേറ്റിലുള്ളതെന്ന് അർത്ഥം. ഓൾ ദ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ് ആർ ഈക്വലി പ്രൊബബിൾ. ഇതാണ് ഓക്കെ, ഇതാണ് അതിൻ്റെ കോർ ഐഡിയ. ഓക്കെ, ഓൾ ദ ആക്സസിബിൾ മൈക്രോ സ്റ്റേറ്റ്സ് ഓഫ് എനി സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം ആർ ഈക്വലി പ്രൊബബിൾ. മൈക്രോ സ്റ്റേറ്റുകൾ ഈക്വലി പ്രൊബബിൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. മുൻപ് പറഞ്ഞത് എന്തായിരുന്നു? there comes the other statement, related statement, the equilibrium macro state. The equilibrium macro state. ഇവിടെ മൈക്രോ സ്റ്റേറ്റ് ആണ് പറഞ്ഞത്. എല്ലാം ഈക്വലി പ്രൊബബിൾ ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? മോസ്റ്റ് പ്രൊബബിൾ മാക്രോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദ വൺ വിത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. നമ്മൾ പറഞ്ഞല്ലോ ഇവിടെ എന്താണ്? ഈ 1.6 ആവാനും 2.5 ആവാനും അല്ലേ, 1.6 കിട്ടാനും 1.6 എന്നുള്ള കോമ്പിനേഷൻ കിട്ടാനും 2.5 എന്നുള്ള കോമ്പിനേഷൻ കിട്ടാനും 3.4, 4.3, 5.2, 6.1 എന്നുള്ള കോമ്പിനേഷൻ കിട്ടാനുള്ള എല്ലാ പ്രോബബിലിറ്റിയും എന്താണ്? ഇതിൻ്റെ എല്ലാം പ്രോബബിലിറ്റി 1/36 ആണെന്ന് പറഞ്ഞു. ഓക്കെ, മാത്രമല്ല നമ്മൾ കണ്ട മറ്റെല്ലാം 2 എന്നുള്ള ടോട്ടൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്തായിരുന്നു? 1 അല്ലേ? ഈ 1 കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ത് തന്നെയായിരുന്നു? 1/36 ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം 3 എന്നുള്ള കിട്ടാനുള്ള എന്തൊക്കെയായിരുന്നു? 1, 2, 2, 1 ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി എത്രയാണ്? 1/36 ആണ്. ഓരോരുത്തരുടെയും പ്രോബബിലിറ്റി 1/36 ആണ്. ഇതിൻ്റെ ഈ 36 പോസിബിലിറ്റീസിൽ 36 എണ്ണത്തിനും തുല്യ പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമല്ലേ എന്താണ് ഈ പറയുന്ന തത്വം ശരിയായിട്ട് വരുള്ളൂ എന്ന് ആലോചിച്ച് നോക്കൂ. 36 പോസിബിലിറ്റീസ് ഉണ്ട്, 36 എണ്ണത്തിനും തുല്യ പ്രോബബിലിറ്റിയാണ് ഉള്ളത് എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന ഈ ആദ്യം നമ്മൾ പറഞ്ഞ അല്ലെങ്കിൽ ഇപ്പോൾ അവസാനമായി എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് അർത്ഥമുള്ളൂ. എന്താ കാരണം? നമ്മൾ പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് 7 എന്നുള്ള ഔട്ട്കം മാക്രോ സ്റ്റേറ്റ് മോസ്റ്റ് പ്രൊബബിൾ മാക്രോ സ്റ്റേറ്റ് ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞിരിക്കുന്നത്? കാരണം അതിൻ്റെ ലാർജസ്റ്റ് നമ്പർ ഓഫ് എന്തുണ്ട്? മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്. അപ്പം ആകെ ആ മൈക്രോ സ്റ്റേറ്റുകളുടെ ആകെ പ്രോബബിലിറ്റി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? 1/36 പ്ലസ് 1/36 പ്ലസ് 1/36 എന്ന് പറഞ്ഞാൽ 6 തവണ കൂട്ടിയിട്ട് എന്ത് കിട്ടും? നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് എഴുതി അല്ലേ? ആ 1/6 എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ മാക്രോ സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാക്സിമം ആണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഈ അവസാനം എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ആ ഒരു ആശയം. ഓക്കെ, ദ ഇക്വിലിബ്രിയം മാക്രോ സ്റ്റേറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ മാക്രോ സ്റ്റേറ്റ് വിൽ ബി ദ വൺ വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ് എന്നുള്ള ഈ പറഞ്ഞ പോസ്റ്റുലേറ്റ് ശരിക്കും പറഞ്ഞാൽ ഏത് പോസ്റ്റുലേറ്റിന്റെ ഒരു റിസൾട്ടാണ്? ദ പോസ്റ്റുലേറ്റ് ഓഫ് ഈക്വൽ അപ്രയോറി പ്രോബബിലിറ്റീസിന്റെ ഒരു ഔട്ട്കം, ഒരു ഇമ്മീഡിയറ്റ് റിസൾട്ട് മാത്രമാണ് നമ്മൾ ഈ അവസാനം അല്ലെങ്കിൽ ഈ പറഞ്ഞു വയ്ക്കുന്ന ഈ പോസ്റ്റുലേറ്റ്. അപ്പോൾ ഈ രണ്ട് പോസ്റ്റുലേറ്റും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. സോ ദ ഫണ്ടമെന്റൽ പോസ്റ്റുലേറ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഈസ് ദ പോസ്റ്റുലേറ്റ് ഓഫ് ഈക്വൽ അപ്രയോറി പ്രോബബിലിറ്റീസ് വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം, okay, all the accessible microstates are equally probable, and the equilibrium macrostate or the most probable macrostate, the most probable macrostate, see, specify the word, okay, the most probable macrostate will be the one with the largest number of microstates, or in simple words we can say the one with the maximum multiplicity. Okay, അപ്പം ഏതൊരു മാക്രോസ്റ്റേറ്റിനാണോ ഈ മൾട്ടിപ്ലിസിറ്റി ഒമേഗ അല്ലെങ്കിൽ തെർമോഡൈനാമിക് പ്രോബബിലിറ്റി ഒമേഗയുടെ വാല്യൂ മാക്സിമം ആവുന്നത്, ആ പർട്ടിക്കുലർ മാക്രോസ്റ്റേറ്റ് ആയിരിക്കും ഒരു സിസ്റ്റത്തിന്റെ ഏത് മാക്രോസ്റ്റേറ്റ്? ഇക്വിലിബ്രിയം മാക്രോസ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് പോസിബിലിറ്റീസ് കൂടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇക്വിലിബ്രിയം മാക്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ട് ഇങ്ങനെ കൃത്യം പിൻ പോയിന്റഡ് ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ദ only probable macrostate will be the what is that? Equilibrium macrostate. Equilibrium macrostate will be just shrinking to the only one possibility. Okay, and that happens in the thermodynamic limit. Okay, so that was about the fundamental concepts of microstates and macrostates. See that you read along this one. Okay, I always go on repeating this one because concepts can be learned only by contemplating. നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് മനസ്സിൽ എൻ്റെ ഈ കണ്ടിന്യൂസ് ലെക്ചർ കേൾക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി നിങ്ങൾ തന്നെ മനസ്സിൽ ഒരു പിക്ചർ ഉണ്ടാക്കിയെടുക്കണം. ആൻഡ് മേ ബി യു കം അക്രോസ് എ നമ്പർ ഓഫ് ഡൗട്ട്സ്. Please share your doubts when we come face to face or in a live session so that we can just give some clarity. Okay, അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റിയുടെ മിനിമം amount of clarity നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുകയാണ്. Read it and try to just understand the basic principles, and remember that the entire topic of statistical mechanics is built on such strong foundations of concepts. ഓക്കെ, കംപ്ലീറ്റ്ലി കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റ്മെക് എന്ന് പറയുന്നത്. വൺസ് യു ആർ ഓക്കെ വിത്ത് യുവർ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ്സ്, ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു ബിൽഡ് ഓൺ. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക്, എനിക്ക് തോന്നുന്നു മറ്റേതൊരു പേപ്പർ പഠിക്കുന്നതിലും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്റ്റാറ്റ്മെക് പഠിക്കുവാനും നിങ്ങളുടെ വരുതിയിൽ വയ്ക്കാൻ പറ്റും, അപ്പാർട്ട് ഫ്രം യുവർ മാത്തമാറ്റിക്കൽ ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അപ്പോൾ അത് ഐ ക്യാൻ ഗ്യാരണ്ടി യു ദാറ്റ് വൺ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, വി വിൽ ബി സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം ഓൺ മേക്കിംഗ് അവർ ഫൗണ്ടേഷൻ സ്ട്രോങ് ഇനഫ്, at least to meet the need of our university, and maybe to some extent your competitive examination requirements also, and you can improve on your own. Okay, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മാസ്റ്ററി ചെയ്യാൻ പറ്റും. Read more. Okay, so thank you.